നമസ്കാരം. സമാനതകളില്ലാത്ത ദുരന്തത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഒക്കെ ഓർമ്മകളിൽ വയനാട് കരയുകയാണ്. ഇനി അടിയന്തരമായി വേണ്ടത് ജനങ്ങളെ പുനരധിവസിപ്പിക്കലാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി, കൃഷി നഷ്ടപ്പെട്ടവർക്ക് കൃഷി, മറ്റ് ജീവിതമാർഗം തേടി അലയാൻ ഒരു വ്യക്തിക്കും ഇടവരരുത് വയനാട് എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. നടുക്കുന്ന ഓർമ്മകൾ അവരുടെയൊക്കെ മനസ്സിലുണ്ട്. കൗൺസിലിംഗ് അടക്കം അവർക്കൊക്കെ വേണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ഓരോ ദിവസവും കുമിഞ്ഞുകൂടുകയാണ്. ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും ചില ചർച്ചകളും ചില വിവാദങ്ങളുമൊക്കെ ഉണ്ടായി. വയനാട് ദുരന്തത്തിൻ്റെ ഓർമ്മകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും കേരള സർക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങുന്നു സുധാകരൻ്റെ പോസ്റ്റ്. ആരും ഓർക്കാനോ കാണാനോ ഇഷ്ടപ്പെടാത്ത കാഴ്ചകളാണ് വയനാടിന് ചുറ്റും. പക്ഷേ അതിനിടയിലും ഒത്തിരി നല്ല മനുഷ്യരെ നമ്മൾ കണ്ടു. ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ പ്രാർത്ഥനകൾ, പല രീതികളിൽ അവർ നീട്ടുന്ന സ്നേഹത്തിൻ്റെ ഹസ്തങ്ങൾ. എക്കാലത്തും നന്ദിയോടെ കേരളം നിങ്ങളെ ഓർക്കും. 100 വീടുകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നിർമ്മിച്ചു നൽകും. ഞങ്ങളുടെ വാക്കാണ്. ഈ പാർട്ടിയിലെ നേതാക്കളും എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരും അതിലേക്കായി അകമഴിഞ്ഞ സംഭാവന നൽകണമെന്ന് എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളത് ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. മുൻപ് പ്രളയം നടന്നപ്പോൾ പാർട്ടി പ്രഖ്യാപിച്ച 1000 വീടുകൾ വലിയ ഹൃദയമുള്ള ഒരുപാട് പ്രവർത്തകരുടെ അധ്വാനം കൊണ്ട് മാത്രമാണ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അത് ഇക്കുറിയും നമ്മൾ ആവർത്തിക്കും. ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയാൻ ഞങ്ങളില്ല. നരഭോജി പാർട്ടിയുടെ സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് വേണ്ട. സർക്കാരിൻ്റെ വീഴ്ചകൾ ഓരോ ദിവസവും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുമ്പോഴും അതൊരു വിഷയമായി ഞങ്ങൾ ഉയർത്താത്തത് കോൺഗ്രസ് പ്രസ്ഥാനം പുലർത്തുന്ന ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ കർണാടകയിലെ ഷിരൂരിൽ നടന്ന സംഭവത്തിൽ ഇവിടുത്തെ ചില അധമ മാധ്യമപ്രവർത്തകരെ കൂട്ടുപിടിച്ച് CPM നടത്തിയ ഏറ്റവും മ്ലേച്ഛമായ നുണപ്രചരണങ്ങൾ ഇന്ത്യ എന്ന രാജ്യം മുഴുവൻ കണ്ടതാണ്. ഇന്നാട്ടിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും മനുഷ്യരെ മുഴുവൻ വെറുപ്പിൻ്റെ നാറുന്ന CPM രാഷ്ട്രീയം കൊണ്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത് നാട് മറക്കില്ല. 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചിട്ടുണ്ട്. വയനാടിനെയും മലയാളികളെയും നെഞ്ചോട് ചേർത്ത കർണാടക സർക്കാരിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പ്രളയസമയത്ത് ലോകം മുഴുവനുള്ള മലയാളികൾ ഉദാരമായി നാടിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പ്രളയ സഹായത്തെക്കുറിച്ച് ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടി കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അതിനു പകരം സൈബറടത്ത് മാലിന്യങ്ങൾ മാത്രം പരത്തി ജീവിക്കുന്ന ആ ക്രമകീടങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളെ വീണ്ടും പ്രകോപിപ്പിക്കുകയല്ല വേണ്ടത്. താനോ കേരളമൊട്ടാകെയുള്ള തൻ്റെ സഖാക്കളോ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഫണ്ടിൽ ഇനിയും കൈയിട്ട് വാരില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി വിജയൻ തന്നെയാണ്. ഭരണകൂടത്തിനെയും ഭരണകൂടത്തിൻ്റെ ചെയ്തികളെപ്പറ്റിയും വലിയ വിമർശനങ്ങൾ ജനങ്ങളെപ്പോലെ ഞങ്ങൾക്കുമുണ്ട്. പക്ഷേ ആ വിമർശനങ്ങൾ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനെതിരെയുള്ള പ്രചരണമാക്കാൻ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ഉപയോഗിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ദുരന്തഭൂമിയിലേക്ക് ആദ്യ ദിവസങ്ങളിൽ ഭക്ഷണവും വസ്ത്രങ്ങളുമൊക്കെ എത്തിച്ചവരുടെ രാഷ്ട്രീയം നോക്കിയിട്ട് ഇനി മുതൽ അത് വേണ്ട എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് ദുരിതബാധിതരോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. ഈ സമയത്തും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ ലാഭത്തെപ്പറ്റിയാണ് CPMഉം വിജയനും ചിന്തിച്ചത്. ദുരന്തമുഖത്ത് കൊടിയുടെ നിറം നോക്കി പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് KPCC കേരള മുഖ്യമന്ത്രിയോടും CPMനോടും ആവശ്യപ്പെടുന്നത്. ദുരന്ത വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ വയനാട്ടിൽ രാപ്പകൽ അധ്വാനിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും നേതാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു.